ഹലോ, വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്ന് ഈദാണല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഈദ് മുബാരക്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 32 32ാം എപ്പിസോഡും ഈദ് ആഘോഷങ്ങളും ഒക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. ഇന്നത്തെ ദിവസം ആരും പരസ്പരം ഒരു ചെറിയ കാര്യത്തിന് പോലും ആർഗ്യൂ ചെയ്തിട്ടില്ല, തല്ല് പിടിച്ചിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇന്നാണ് അങ്ങനൊരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ബഹളങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്കൊന്ന് പോയിട്ട് വരാം. രാവിലത്തെ മോർണിംഗ് സോങ്ങോട് കൂടി ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. സോങ് ഇതായിരുന്നു: താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട് എന്ന് പറയുന്ന പാട്ടോട് കൂടി ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ആ ഒരു പാട്ടിൽ ഡാൻസൊക്കെ കളിച്ച് രസമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് വഴക്കുണ്ടായിരുന്നെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു കുഞ്ഞു വാക്കുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോയില്ല. നോറ ജോലി ചെയ്യാൻ വേണ്ടി ജിൻഡോനെ വിളിച്ചപ്പോൾ ജിൻഡോ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് നേരെ സിഗരറ്റ് വലിക്കുന്ന ഏരിയയിൽ പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നോറ ആദ്യം ജിൻഡോനെ വിളിക്കുകയല്ല ചെയ്തത്, പവർ ടീം മെമ്പറായ അർജുനോട് ഒരു കംപ്ലയിൻറ്റ് പറയുകയാണ് ചെയ്തത്. ജിൻഡോ പണി ചെയ്യാതെ വന്നത് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ അർജുൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ക്യാപ്റ്റനോട് പോയി പറയേ, ക്യാപ്റ്റൻ പറഞ്ഞിട്ടും നടന്നില്ലെങ്കിൽ ഞാൻ വരാം. അതൊരു ഫെയറായിട്ട് തോന്നിയില്ല. അപ്പോൾ നോറ തന്നെ ഡയറക്റ്റായിട്ട് ജിൻഡോയോട് സംസാരിക്കാൻ പോയി. അത് ഒരു ചെറിയൊരു വാക്ക് തർക്കമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ രീതിയിലൊരു സംസാരം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജോലി ചെയ്യാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്, അല്ലാണ്ട് തർക്കിച്ചവിടെ നിന്നില്ല. തർക്കിച്ച് നിൽക്കാൻ നോക്കിയപ്പോഴേക്കും എല്ലാവരും കൂടെ ഇടപെട്ട് ജിൻഡോ തന്നെ പറഞ്ഞ് പണിയെടുക്കാൻ വേണ്ടി വിട്ടു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിബിൻ മച്ചാൻ വന്നിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് നിന്നൊരു ഡയലോഗ് അടിച്ചു. ഞാൻ കാണുന്നുണ്ട്, ശ്രീധുവിൻ്റെ കണ്ണുകൊണ്ടുള്ള കളികളും ഗോഷ്ടികളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും എനിക്കിങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ സിബിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അർജുനും ശ്രീധുവും തമ്മിലൊരു കോംബോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, പക്ഷേ കാഴ്ചയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പം അർജുൻ അങ്ങനൊരു ഇഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ ശ്രീധുവിന് തിരിച്ചും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നോ ഒന്നും എനിക്ക് അങ്ങനെ കണ്ടിട്ട് ഇതുവരെയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് ഇടയ്ക്ക് ഇവർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ ഒരുമിച്ച് അത് ആർക്കും എവിടെയാണെങ്കിൽ ഇരിക്കാം, പക്ഷേ അതിനുടനെ ഒരു കോംബോ ആക്കി മാറ്റി പുറത്തുള്ള ആൾക്കാർ ആഘോഷിക്കുകയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ സിബിൻ ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞത്. അപ്പം ശ്രീധു അവിടുന്ന് എനിക്കങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. സോ അതിനുശേഷം മോർണിംഗ് ടാസ്ക് ആണ്. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് സ്കിറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് എപ്പിസോഡിൽ കാണിച്ച സ്കിറ്റ് എന്ന് പറയുന്നത് സിബിൻ്റെ ടീമായ നെസ്റ്റ്. അതിൽ സിബിനുണ്ട്, ശ്രീരേഖയുണ്ട്, അൻസിബയുണ്ട്, ശ്രീതു ഉണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് നിന്നിട്ട് ഒരു സ്കിറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്കിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കിറ്റിനോടൊപ്പം തന്നെ ഹൈജീൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്കിറ്റായിരുന്നു. വളരെ മനോഹരമായിട്ട് എക്സലൻ്റ് ആയിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്തു. അതിനകത്ത് സിബിൻ്റെ വോയിസ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ എഫക്ട്സ് ഒക്കെ ഇടുന്ന രീതി, ഇപ്പോൾ ബാത്റൂമിൽ പോയിട്ട് പല്ല് തേക്കുന്നതും ഫ്ലഷ് ചെയ്യുന്നതും ഒക്കെ ആ സൗണ്ട് എഫക്ട്സ് ഇട്ടതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹൈജീൻ അല്ലാത്ത ആൾക്കാർ അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു രസകരമായ ഒരു സ്കിറ്റിലൂടെ ആശയം അവർ കൺവേ ചെയ്തു. അതിന് ബിഗ് ബോസ് ഒരു കയ്യടിയൊക്കെ കൊടുത്തു. അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു സ്കിറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് പവർ ടീമിലേക്ക് അടുത്തയാഴ്ച വരേണ്ട ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ചലഞ്ച് വളരെ ഗംഭീരമായൊരു ചലഞ്ചായിരുന്നു, വടംവലി. അപ്പോൾ അത്യാവശ്യം ശരീരം അനങ്ങി ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിന് ഇവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പവർ ടീമുമായിട്ടാണ് വടം വലിക്കേണ്ടത്. അത് ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും 2 ചലഞ്ചുകളിലും വിൻ ചെയ്ത ടണൽ ടീമാണ് പവർ ടീമുമായിട്ട് മത്സരിക്കേണ്ടത്. അപ്പം ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബാക്കി മത്സരിക്കാത്ത ടീമുകൾ, അതായത് ഡെന്നും ഉണ്ട്, നെസ്റ്റും ഉണ്ട്, ഈ ടീമുകളിൽ നിന്ന് ആരെ വേണമെങ്കിലും ക്യാൻവാസ് ചെയ്യാം. ആ ടീമുകൾക്ക് വേണമെങ്കിൽ ടീമായിട്ട് പോകാം, അതല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് പോകാം. അപ്പോൾ അവിടെ നടന്ന ഒരു ഗെയിം എന്ന് പറയും. അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ മത്സരിക്കുന്ന ടീമുകൾ ടണൽ ആയിക്കോട്ടെ പവർ ടീം ആയിക്കോട്ടെ ഇവർക്ക് വന്ന് ക്യാൻവാസ് ചെയ്യാം ഈ ടീമുകളെ, അതായത് നെസ്റ്റിനെയും ഡെന്നിനെയും ക്യാൻവാസ് ചെയ്യാം. പവർ ടീം നെസ്റ്റിനോട് ക്യാൻവാസ് ചെയ്യാൻ വന്നപ്പോൾ സിബിൻ ഒരു ഡിമാൻഡ് വെച്ചു, അടുത്ത ആഴ്ച ഞങ്ങൾ 4 പേരെയും നിങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പവർ ടീം ചോദിച്ചു, എന്ത് ചെയ്താലും കൊണ്ടുവരാൻ പാടില്ലേ? എന്ത് ചെയ്താലും കൊണ്ടുവരാൻ പാടില്ല.
അപ്പോൾ അവരത് റിജക്റ്റ് ചെയ്തു, ആ ഡിമാൻഡ് റിജക്റ്റ് ചെയ്തു. ഓക്കെ, യു ക്യാൻ ലീവ് എന്ന് സിബിൻ പറഞ്ഞു. അവരങ്ങ് പുറത്തു പോയി. ജിൻഡോയും നോറയും സായിയും നന്ദനയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സംസാരത്തിനിടയിൽ സായി പറഞ്ഞു, നമുക്ക് ഇപ്പോഴത്തെ പവർ ടീമിനെ തന്നെ അടുത്ത പ്രാവശ്യവും പവർ ടീമായിട്ട് കൊണ്ടുവരാം, എന്നിട്ട് അവരെ കൊണ്ട് നമുക്ക് നമ്മളിൽ ഡിമാൻഡ് ഉണ്ടാക്കാം, ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾ പവർ ടീമിലേക്ക് വന്നത്, വീണ്ടും പവർ ടീമിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമുക്ക് നമ്മുടെ കാല് പിടിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, നേടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ജിൻഡോ അതിനെ എതിർത്തു. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഈ രാഷ്ട്രീയക്കാർ വോട്ട് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി വീടുകളിൽ വന്ന് വാഗ്ദാനം തരും. പക്ഷേ വോട്ട് പിടിച്ച് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ പിടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ ആ ജനങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ഈ ഒരു തന്ത്രമാണ് ജിൻഡോ അവിടെ മനസ്സിൽ കണ്ടത്. അതായത് ഇപ്പോൾ അവരിങ്ങനെ വാഗ്ദാനങ്ങൾ തരുന്നുണ്ടെങ്കിലും അവരെന്ത് പറയുന്നുണ്ടെങ്കിലും അവർ പവർ ടീം ആയിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കില്ല എന്ന് ജിൻഡോ പറഞ്ഞു. പക്ഷേ ഇവർ സമ്മതിച്ചില്ല. അങ്ങനെ ഇവർ എന്ത് തീരുമാനമെടുത്തിട്ടാണ് ലിവിങ് ഏരിയയിൽ പോയി ഇരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ 2 ടീമിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി, ടണലിനെ പവർ ടീമിനെ. എന്നിട്ട് ഇവരിൽ ആരുടെ കൂടെ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് മറ്റു ടീമിനോട് ചോദിച്ചു. ഡെന്നിനോടും ചോദിച്ചു, നെസ്റ്റിനോടും ചോദിച്ചു. അപ്പോൾ നെസ്റ്റ് ടീം ടണൽ ടീമിൻ്റെ കൂടെ കൊളാബ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഡെൻ ടീം തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞു. ഉടനെ ജിൻഡോ കൈപൊക്കി. ആർക്കൊപ്പം? ടണലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പോൾ ജിൻഡോ ടണലിൻ്റെ കൂടെ പോയി. ബാക്കി 10 ടീം, ബാക്കി 3 പേരും പവർ ടീമിൻ്റെ കൂടെയും കൊളാബ് ചെയ്തു. അതിനിടയ്ക്ക് ജിൻഡോയുടെ ഒരു സങ്കട കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പക്ഷേ കൂടെയുള്ളവരെ ചീറ്റ് ചെയ്തൊന്നും ജിൻഡോയ്ക്ക് ഒരു തോന്നൽ വന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും മനസ്സിൽ വന്നിട്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ജിൻഡോ കരഞ്ഞു. അപ്പോൾ എല്ലാവരും വന്ന് സമാധാനിപ്പിച്ചു. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്സരയും അതുപോലെ സായിയൊക്കെ പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വടംവലി മത്സരമാണ്. ആദ്യത്തെ 2 മത്സരവും, അതായത് 3 റൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 റൗണ്ടും ടണൽ ടീം ജയിച്ചു. ജിൻഡോ കൂടെ ഉള്ള ടണൽ ടീം ജയിച്ചു. ടണൽ ടീം ജയിച്ചതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ പവർ ടീമായിട്ട് ടണൽ ടീം മാറി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ മനസ്സിലാക്കാവുന്ന കാര്യം, തുടക്കം മുതലേ എല്ലാവർക്കും ജിൻഡോയോട് ദേഷ്യം മീൻസ് ഒരു അകൽച്ചയുണ്ടായിരുന്നു. പലർക്കും ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ പലർക്കും ജിൻഡോയുടെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അതിന് കുറേയൊക്കെ ജിൻഡോയുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ ആ അകൽച്ച എന്ന് പറയുന്നത്, അതായത് ഈ തള്ളിക്കളയുന്ന കല്ല് മൂലക്കല്ലാകും എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ജിൻഡോനെ ഇന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ജിൻഡോ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് പവർ ടീമിൽ കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരങ്ങൾ പോയത്. സോ അതിനുശേഷം ആ ഒരു മത്സരത്തിന് ശേഷം ശരിക്കും ബിഗ് ബോസ് ഹൗസ് ഒരു ആഘോഷ വേദിയായിട്ട് മാറുമായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് ഹൗസ് ഒരു ആഘോഷ വേദിയായിട്ട് മാറുമായിരുന്നു. അറിയാം എല്ലാവർക്കും ഇന്ന് ഈദാണ്. സോ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫാമിലിയിൽ നിന്ന് ഈദ് വിഷസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം ലാലേട്ടൻ്റെ ഈദ് വിഷ് ഒരു വീഡിയോ കാണിച്ചു. ലാലേട്ടൻ ഈദ് വിഷ് എന്നൊരു വീഡിയോ കാണിച്ചു. അതിനുശേഷമാണ് ജാസ്മിൻ്റെയും നോറയുടെയും അൻസിബയുടെയും റസ്മിൻ്റെയും ഒക്കെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിലി മെമ്പേഴ്സ് വിളിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് വീഡിയോ കാണിച്ചത്, അവരുടെ വിഷിൻ്റെ വീഡിയോ കാണിച്ചത്. വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ നോറ ഭയങ്കരമായിട്ട് കരഞ്ഞു, ജാസ്മിൻ ഭയങ്കര ഇമോഷണലായിട്ട് ഇരിക്കുന്നത് കണ്ടു. ഇതിന് മുൻപ് തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഗബ്രിക്ക് ഇത് എന്തിൻ്റെ കേടാണ്? നമുക്കിപ്പോൾ ഒരാൾ, ഇവർ പറയുന്നു ഇവർ തമ്മിൽ പ്രണയമില്ല, ഇവർ തമ്മിൽ വേറെ ഒരു ലെവൽ ബന്ധങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സാണ്, തമ്മിൽ ഇഷ്ടമാണ്, ഫ്രണ്ട്സായിട്ട് പോകാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് ഗബ്രി ഇരുന്നിട്ട് ആ പെൺകുട്ടീനെ ശ്വാസം വിടാൻ സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുതരം ടോക്സിസിറ്റി. അവന് പ്രണയമില്ല എന്ന് പറഞ്ഞിട്ടും ആ കുട്ടീനെ മാറാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ മൈൻഡ് അതിന് അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്നിട്ടും അത് മനസ്സിലാക്കാതെ അതിനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു. ജാസ്മിൻ്റെ ഫാമിലി ഈ വിഷ് കഴിഞ്ഞപ്പോൾ ഇവൻ ഓടി വരികയാണ്. കണ്ടില്ലേ, നിന്റെ ഫാമിലി തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് ജാസ്മിൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലി പോലും എൻ്റെ കൂടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഈ ഫാമിലി വിഷ് എന്ന് കണ്ടപ്പോൾ ഗബ്രി ഓടി വന്നിട്ട്, കണ്ടില്ലേ നീയല്ലേ പറഞ്ഞത് നിന്റെ ഫാമിലി കൂടെ ഇല്ലെന്ന്, ഇപ്പോൾ അവർ വിഷ് ചെയ്ത് വീഡിയോ അയച്ചല്ലോ. അവിടെയും അവൻ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ജാസ്മിൻ ഒരു പ്രശ്നമില്ല, പുറത്ത് ജാസ്മിൻ ഓക്കെയാണ്, ഉള്ളിലും ജാസ്മിൻ ഓക്കെയാണ് എന്നൊക്കെ രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് അത് പറ്റുന്നില്ല. ഒരാൾ പുറകിട്ട് വലിയാൻ നോക്കിയാലും അതിനെ വിട്ടേക്ക്. അത് ചെയ്യാതെ ഇല്ല ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, ആരില്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, എത്ര കാലം നിൽക്കും. അത് അവൻ്റെ ഗെയിമാണെന്ന് മനസ്സിലാക്കാൻ ജാസ്മിനും പറ്റുന്നില്ല. ഗബ്രി ഇത് പറഞ്ഞപ്പോൾ ജാസ്മിൻ തലയാട്ടുന്നുണ്ട്. ശരിയാ. ശരിക്കും ഇവിടെ ആരാണ് മണ്ടൻ അല്ലെങ്കിൽ ആരാണ് മണ്ടി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഗബ്രിക്ക് ഒരുതരം ടോക്സിക് ഡയലോഗ്സ് ആയിരുന്നു അത്. ഞാൻ പോട്ടെ, ഞാൻ കാരണമാണോ, ഇത്തരത്തിലാണ് ഗബ്രി സംസാരിക്കുന്നത്. അതൊരു തരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ പറയാൻ പറ്റും.
പറയേണ്ടി വരും. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. ആ ഒരു ജാസ്മിൻ്റെ ഫാമിലിയിൽ നിന്ന് വീഡിയോ ഒക്കെ അയച്ച് കണ്ടു, അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഫാമിലിയിൽ നിന്ന് വീഡിയോസ് ഒക്കെ അയച്ച് കണ്ടപ്പോൾ ഗബ്രി ഓടി വന്ന് ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്പോൺസേർഡ് ടാസ്ക്, അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് അവർ സ്പോൺസർ ചെയ്യുന്നൊരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ജാസ്മിനും നോറയും അൻസിബയുമാണ്. അപ്പോൾ ഈ 4 പേരെയും ബാക്കി കണ്ടസ്റ്റൻസ് ടീമായിട്ട് തിരിഞ്ഞിട്ട് വടക്കൻ കേരളം, തെക്കൻ കേരളം, മധ്യ കേരളം, അങ്ങനെ 3 ടീമായിട്ട് തിരിഞ്ഞിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യണം. ഈ ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ, ഞാനും അത് വേണമെങ്കിൽ ആഡായിട്ട് പറയാൻ തോന്നുന്നു, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് ഇവർ വിളമ്പി കൊടുക്കുന്നതും ഈ പറയുന്ന ബസ്മതി ഇന്ത്യ ഗേറ്റിൻ്റെ കാര്യവും ഒക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് ഏറ്റവും മനോഹരമായിട്ട് പറയുന്നത് ആരാണോ അവരാണ് വിജയിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്. അപ്പോൾ അതിനകത്ത് എല്ലാവരും വളരെ രസകരമായിട്ട് പങ്കെടുത്തു. പല തെക്കൻ കേരളം അവരുടെ രീതി, മധ്യ കേരളം അവരുടെ രീതി, വടക്കൻ കേരളം അവരുടെ രീതി, ആ രീതിയിൽ അവർ പെർഫോം ചെയ്തു. ഭക്ഷണമൊക്കെ ഇവർക്ക് വിളമ്പി കൊടുത്തു. ഈ റൈസിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ തെക്കൻ കേരളം അത് കഴിഞ്ഞപ്പം പിന്നെ നടന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആയിരുന്നു. അതായത് ഇതേ 3 ടീമുകൾ തന്നെ ഡാൻസ് പെർഫോമൻസ്. അതിൽ മെഹറുബ എന്ന് പറയുന്ന പാട്ട്, എനിക്ക് തോന്നുന്നു ആ പാട്ട് അച്ചുവിൻ്റെ അമ്മയിലെ പാട്ടാന്ന് തോന്നുന്നു, മെഹറുബ മെഹറുബ, ആ പാട്ട്. അപ്പോൾ ആ പാട്ട് ജാൻമണി ഈ പുതുമണവാട്ടിയായിട്ട് വന്നിട്ട് അൻസിബ, ശ്രീരേഖ, പൂജ, അർജുൻ, ഋഷി വാപ്പയുടെ ക്യാരക്ടറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് പങ്കെടുത്ത ആ ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് റംസാൻ നീലാവൊത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ, ഈ പാട്ടിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. സിബിനും ശ്രീതുവും അപ്സരയും ഗബ്രിയും ശരണ്യയും ജാസ്മിനും ഇത്രയും പേര് ചേർന്നിട്ടുള്ള ആ ഒരു പാട്ട്. കിഴക്ക് പൂക്കുന്നൊരു കിനെന്തൊരു ആ പാട്ടെനിക്ക് അറിയില്ല, ശരിക്കും പാടാൻ അറിയില്ല, ഐ മീൻ അതിൻ്റെ വരികൾ അറിയില്ല. കിഴക്ക് പൂക്കും ആ പാട്ട് കളിച്ചത് നോറയും അഭിഷേകും സായിയും ജിൻഡോയും കൂടിയാണ്. അപ്പോൾ ഈ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു. രസകരമായിട്ട് 3 ടീമുകളും ആ ഡാൻസ് പെർഫോം ചെയ്തു. പിന്നെ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് രാത്രിയായി അപ്പോഴേക്കും ഇവരെല്ലാം കൂടെ കൂടിയിരുന്നിട്ട് മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു ആ പാട്ട്. അപ്പോൾ പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതിനിടയിൽ കൂടി നമ്മുടെ ജാൻമണി കരഞ്ഞു, കുറച്ച് ഇമോഷണലായി. കാരണം അവർക്കിടെ വലിയൊരു ആഗ്രഹമായിരുന്നു ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് സ്വന്തമായിട്ട്. അപ്പോൾ ഇന്നൊരു മുസ്ലിം പെൺകുട്ടിയുടെ വേഷമൊക്കെ കെട്ടി വളരെ രസകരമായിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് അവരെ ഇമോഷണലി ഹൗണ്ട് ചെയ്തിട്ട് അവർ കുറച്ച് നേരം കരഞ്ഞു. അതിനുശേഷം ആണ് ഇവർ റൂമിൽ പോയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു, ഇന്ന് എന്ത് രസമുള്ള ദിവസമായിരുന്നു, കഴിഞ്ഞൊരു മാസം കൊണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും രസകരമായൊരു ദിവസം ഉണ്ടായിട്ടില്ല, ആരും തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഒരുപക്ഷെ ഈ രാവിലത്തെ നോറ ജിൻഡോ തമ്മിലുള്ള ചെറിയൊരു സംസാരം ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാത്തൊരു ദിവസമായിട്ട് നിങ്ങൾ മാറി. അൻസിബയും ജാൻമണിയും കൂടെ സംസാരിക്കുന്നത് ശരിയാ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംസാരം അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ശരിക്കും നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ബ്രൈറ്റായ ഒരു എപ്പിസോഡായിരുന്നു. ഇപ്പോൾ രാവിലത്തെ ആ ഒരു തർക്കം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുൾ എപ്പിസോഡ് കാണുമ്പോൾ വളരെ രസകരമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ സിബിൻ്റെ ടീമിൻ്റെയും ടാസ്ക് ആണെങ്കിലും സ്കിറ്റ് ആണെങ്കിലും അതുപോലെ അതിനുശേഷമുള്ള ഇവരുടെ ഈ ഈദുമായിട്ട് ബന്ധപ്പെട്ട വിരുന്നാണെങ്കിലും അതിനുശേഷമുള്ള ഡാൻസ് ആണെങ്കിലും പിന്നെയുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് വൺസ് അഗെയിൻ ഈദ് മുബാറക്.